value 10 raised to minus 2. B യുടെ KH value 10 raised to minus 10. C യുടെ KH value 10 raised to minus 12. So, arrange these gas in the increasing order of their solubility in liquid. ഈ മൂന്ന് ഗ്യാസിനെയും അതിന്റെ ലിക്വിഡിനകത്തുള്ള സോലുബിലിറ്റിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യും. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഈ മൂന്ന് ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ സോലുബിലിറ്റിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യും. ഒരു ലിക്വിഡിനകത്തുള്ള സോലുബിലിറ്റിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും സോലുബിലിറ്റി കുറഞ്ഞ ഗ്യാസ് ഏതായിരിക്കും? ലിക്വിഡിൽ ഏറ്റവും കുറവ് സോലുബിലിറ്റി വരുന്ന ഗ്യാസ് ഏതായിരിക്കും? ഏറ്റവും കുറഞ്ഞ സോലുബിലിറ്റി ഉള്ള ഗ്യാസ് ഏതായിരിക്കും? ഏതായിരിക്കും? എ ആയിരിക്കും. എന്താ കാര്യം? its KH value is high. KH value high ആണ്. KH value high ആണെങ്കിൽ solubility of this gas in liquid is low. The solubility ഏറ്റവും കുറവായിരിക്കും. 10 raised to minus 2 ബാക്കി 10 raised to minus 10 10 raised to minus 12. അപ്പോൾ ഏറ്റവും കൂടുതൽ KH value ഉള്ളത് ഏക്കാണ്. അതുകൊണ്ട് solubility ഏറ്റവും കുറവായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 10 raised to minus 10 ആണോ 10 raised to minus 12 ആണോ? 10 raised to minus 10 ആണോ വരുന്നത്? അപ്പോൾ അടുത്ത സോലുബിലിറ്റി ആർക്കായിരിക്കും? ബി ക്ക് ആയിരിക്കും. അടുത്ത സോലുബിലിറ്റി ആർക്കായിരിക്കും? ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? സി ക്ക് ആയിരിക്കും. ബിക്കോസ് ഈ തന്നിരിക്കുന്ന ഡേറ്റയിൽ ഏറ്റവും കുറവ് KH വാല്യൂ ഉള്ള ആൾ സി ആണ്. ഈ തന്നിരിക്കുന്ന ഡേറ്റയിൽ ഏറ്റവും കുറവ് KH വാല്യൂ ഉള്ള ആൾ സി ആണ്. അപ്പോൾ KH വാല്യൂ ഏറ്റവും കുറവുള്ള ആൾക്കായിരിക്കും സോലുബിലിറ്റി ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, കോൺസെപ്റ്റ് പിടിക്കുക. അപ്പോൾ KH വാല്യൂ കൂടുമ്പോൾ എന്ത് കൂടും? KH വാല്യൂ ടെമ്പറേച്ചർ കൂടുമ്പോൾ KH വാല്യൂ കൂടും. KH വാല്യൂ ഹൈ ആണെങ്കിൽ ആ ഗ്യാസിന് സോലുബിലിറ്റി കുറവായിരിക്കും. സോ നിങ്ങൾ രണ്ടാമത്തെ കാര്യം പഠിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്യാസിൻ ലിക്വിഡ് വരുന്ന കേസിൽ പ്രഷറും സോലുബിലിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ബട്ട് ഏത് കേസിൽ വരുമ്പോൾ ടെമ്പറേച്ചർ വരുന്ന കേസിൽ ആലോചിച്ച് നോക്കിയേ. When the temperature increases, the solubility of a gas in liquid decreases. So when temperature increases, when temperature increases, solubility. When temperature increases, solubility of gas in liquid decreases. എന്താ കാര്യം? ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ ഒന്ന് കണക്ട് ചെയ്താൽ മതി. എന്തൊക്കെ കോൺസെപ്റ്റുകളാണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ KH വാല്യൂ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ KH വാല്യൂ കൂടുന്നു. KH വാല്യൂ കൂടുമ്പോൾ സോലുബിലിറ്റി കുറയും. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ഗ്യാസിന് ഹൈ ആയിരിക്കും, KH വാല്യൂ ഹൈ ആയിരിക്കും. അപ്പോൾ സോലുബിലിറ്റി തീരെ കുറവായിരിക്കും. ഓക്കെ, അപ്പം ഗ്യാസ് ലിക്വിഡ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ടെമ്പറേച്ചർ എങ്ങനെ അഫക്ട് ചെയ്യുന്നത്? ഒരു ഗ്യാസ് ലിക്വിഡിന്റെ കേസിൽ സോലുബിലിറ്റി ടെമ്പറേച്ചർ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. The temperature increases, the solubility of gas in liquid decreases. Okay, മനസ്സിലായല്ലോ? ഇതിനൊരു എക്സാമ്പിൾ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ NCERT-യിലുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്. The aquatic species are more comfortable in cold water rather than warm water. Aquatic species are more comfortable they are more comfortable in cold water rather than warm water. Warm water nekkalum aquatic species ne comfortable aayittulladu cold water aanu. Endana reason? Idana reason. Endha karyam warm water aambo avade endu high aayirikkum water na warm water inde prathiyekatha endana temperature koodi nikkum. Temperature high ആയതുകൊണ്ട് തന്നെ അവിടെ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓക്സിജൻ പോലുള്ള ഗ്യാസിന് KH വാല്യൂ ഹൈ ആയിരിക്കും. അങ്ങനെ KH വാല്യൂ ഹൈ ആയതുകൊണ്ട് അതിന് എന്ത് കുറവായിരിക്കും? സോലുബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ അക്വാട്ടിക് സ്പീഷീസ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള വാട്ടർ ഏത് തന്നെ ആയിരിക്കും? കോൾഡ് വാട്ടർ ആയിരിക്കും. അപ്പോൾ അക്വാട്ടിക് സ്പീഷീസ് എവിടെയാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്? കോൾഡ് വാട്ടറിലാണ് അക്വാട്ടിക് സ്പീഷീസ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. എന്താ കാര്യം? കോൾഡ് വാട്ടർ ആകുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പം ഓക്സിജൻ പോലുള്ള ഗ്യാസിന്റെ സോലുബിലിറ്റി ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് ഓക്സിജൻ പോലുള്ള ഗ്യാസിന്റെ സോലുബിലിറ്റി എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അക്വാട്ടിക് സ്പീഷീസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള വാട്ടർ ഏതാണ്? കോൾഡ് വാട്ടർ ആണ്. ഓക്കെ, ഇതിന്റെ റീസൺ മനസ്സിലായല്ലോ? ഈ റീസൺ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലുബിലിറ്റി എന്ത് ചെയ്യും? ഗ്യാസിന്റെ സോലുബിലിറ്റി കുറഞ്ഞു വരും ലിക്വിഡിൽ. അതാണ് റീസൺ. മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ ഹെൻഡ്രീസ്. ഓക്കെ,
അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഹെൻറീസ് ലോ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാം. നമുക്ക് ഇനി ഹെൻറീസ് ലോയുടെ കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കാം അല്ലേ. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിന് ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പല കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ സംശയം നിങ്ങൾക്ക് എന്തിനാ പഠിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. എന്തിനാ പഠിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. ഞങ്ങളൊക്കെ ഇതൊക്കെ പഠിച്ചിട്ട് എന്താണെന്ന് തോന്നും അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുന്നതുകൊണ്ട് ഭയങ്കര ഓരോന്നിനും ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അതിലൊരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പലപ്പോഴും എത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല മേഖലകളിലേക്ക് എത്തുമ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ ഇതൊക്കെ പല രീതിയിൽ പഠിച്ച് ഇങ്ങനെയുള്ള കേസുകളല്ല, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും സയൻസിൻ്റെ വളരെ ബയോളജി ആയാലും വളരെ വലിയ രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മളതിൻ്റെ തിയറി കൂടുതൽ പഠിക്കുന്ന ആപ്ലിക്കേഷൻ കുറച്ചേ പഠിക്കും. ഇതെവിടെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും ഇതിൻ്റെ തിയറി മാത്രം പഠിച്ചു. ഇതെവിടെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് അറിയാത്തൊരവസ്ഥയാണ്. നമ്മുടെ പുതിയൊരു എഡ്യൂക്കേഷണൽ പോളിസി 2020 അനുസരിച്ച് അല്ലേ നിങ്ങളെ ചിന്തിപ്പിക്കുക. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ചിന്തിച്ച് എന്നെ എവിടെ അപ്ലൈ ചെയ്യാൻ പഠിക്കുന്നു, ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ്. അത് അങ്ങനെ വേണം പഠിക്കാം. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് മാർക്ക് കിട്ടുക എന്നുള്ള ഇത് മാത്രമല്ല. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് പലയിടത്തും പല കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസിലേക്ക് പോകാം. ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ. അപ്പൊ ഹെൻറീസ് ലോയുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാം. അതിൽ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സോഡ വാട്ടർ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നമുക്ക് വളരെ ഇഷ്ടമാണ് അല്ലെ. പെപ്സി, കൊക്കക്കോള അല്ലെങ്കിൽ സോഡയൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങളിങ്ങനെ പൊട്ടിക്കുമ്പോൾ, ഇപ്പോൾ മെറിഡിയോ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ നിങ്ങൾ പൊട്ടിക്കുന്ന സമയത്ത് യു ഹാഡ് ഫിസ് ഇങ്ങനെ സൗണ്ട് ചെയ്യും അല്ലേ. പൊട്ടിക്കുമ്പോൾ ഫിസ് ഇങ്ങനെ സൗണ്ട് ചെയ്യും. ഇതാണ് സൗണ്ട് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം എല്ലാം ഇങ്ങനെ പതഞ്ഞ് പുറത്തോട്ടിക്കുക. എന്താ അതിൻ്റെ കാരണം? എൻ്റെ കാരണം എന്താ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? നിങ്ങൾക്കറിയാം എൻ്റെ കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏത് ഗ്യാസ് പുറത്തേക്ക് വരുന്നതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പുറത്തേക്ക് വരുന്നതാണ്. ഈ പറഞ്ഞ ബോട്ടിലുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പുറത്തോട്ട് വരുന്നു. അപ്പൊ എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എങ്ങനെ അവിടുത്തെ പുറത്തേക്ക് വരുന്നത്? അതിന്റെ റീസൺ എന്താ? നമുക്കറിയാം. നമ്മളിപ്പോ സോഡ മേടിച്ചാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് മേടിച്ചാലോ അവരെന്ത് ചെയ്തിരിക്കുകയാണ്? ഹൈ പ്രഷറിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ അവിടെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം എന്താ? ആ ഗ്യാസിന്റെ സോളിബിലിറ്റി ഹൈ പ്രഷറിൽ കൂടും. പ്രഷർ കൂടുന്നതനുസരിച്ച് കൂടും. അപ്പൊ ഹൈ പ്രഷർ കൊടുത്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഹൈ പ്രഷർ കൊടുത്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ എവിടെ ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹൈ പ്രഷർ കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? പ്രഷർ പെട്ടെന്ന് കുറയും. പ്രഷർ പെട്ടെന്ന് കുറയുമ്പോൾ നമുക്കറിയാം ഈ ഗ്യാസിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന്റെ വാട്ടറിനകത്തുള്ള സോളിബിലിറ്റി പെട്ടെന്ന് കുറയും. അപ്പൊ ഡിസോൾവ് ചെയ്ത് പോയ കുറെ ഗ്യാസ് എന്ത് ചെയ്യും? അവിടുന്ന് ഫ്രീ ആയിട്ട് പുറത്തേക്ക് വരും. ഡിസോൾവ് ചെയ്ത് പോയ കുറെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അവിടുന്ന് ഫ്രീ ആയിട്ട് പുറത്തേക്ക് വരും. ഫ്രീ ആവും അല്ലെ. ഫ്രീ ആയിട്ട് പുറത്തേക്ക് വരുന്നതാണ് നിങ്ങൾ കേൾക്കുന്ന ഏത് സൗണ്ട്? ഫിസ് സൗണ്ട്. അപ്പൊ അവിടെ വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹെൻറീസ് ലോ ആണ്. കാരണം ഹൈ പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന് ഹൈ സോളിബിലിറ്റി ഹൈ ആയിരുന്നു വാട്ടറിലുള്ള. പക്ഷെ നിങ്ങൾ ബോട്ടിൽ ഓപ്പൺ ചെയ്തപ്പോൾ പ്രഷർ പെട്ടെന്ന് കുറയുകയും സോളിബിലിറ്റി പെട്ടെന്ന് ഡിക്രീസ് ചെയ്തു. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന്റെ സോളിബിലിറ്റി പെട്ടെന്ന് ഡിക്രീസ് ചെയ്തതുകൊണ്ട് കുറെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ത് ചെയ്തു? ആ ലിക്വിഡിൽ നിന്ന് പുറത്തേക്ക് പോയി. അതാണ് നിങ്ങൾ ഏത് സൗണ്ട് കേൾക്കുന്നത്? ഫിസ് സൗണ്ട് കേൾക്കുക, പതഞ്ഞു വരികയൊക്കെ ചെയ്യുന്നത്. ഓക്കെ. ഫസ്റ്റ് ആപ്ലിക്കേഷൻ മനസ്സിലായല്ലോ. ഹെൻറീസ് ലോ ആണ് സിമ്പിൾ ആപ്ലിക്കേഷൻ ആണ്. സെക്കൻഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് സ്ക്യൂബ ഡൈവേഴ്സ്. സ്ക്യൂബ ഡൈവിംഗ് വെള്ളത്തിന്റെ അടിയിലോട്ടൊക്കെ എടുത്ത് ചാടുന്നുണ്ടല്ലേ? സ്ക്യൂബ ഡൈവിംഗ് വെള്ളത്തിന് എന്താണ് മുങ്ങൽ വിദഗ്ധരൊക്കെ ഇല്ലേ? അപ്പൊ സ്ക്യൂബ ഡൈവിംഗ്. അപ്പൊ ഈ സ്ക്യൂബ ഡൈവിംഗ് നടത്തുന്നുണ്ട്.
സ്വാഭാവികമായിട്ട് അവർ ഡൈവ് ചെയ്ത് വെള്ളത്തിനടിയിലൂടെ പോകുന്നത്. വെള്ളത്തിനടിയിലോട്ട് പോകുമ്പോൾ എന്തായാലും അവർക്ക് എയർ കിട്ടത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ എയറും കൊണ്ടാണ് പോകുന്നത് അല്ലേ, ശ്വസിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എയറുമായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ ഈ എയറിൽ നമ്മളെടുക്കുന്ന എയറിൽ ആരാവുക, നിങ്ങളെടുക്കുന്ന എയറിൽ ഏകദേശം 78% നൈട്രജനും 21% ഓക്സിജനാണ് ഉള്ളത് അല്ലേ. ബാക്കിയുള്ള ഗ്യാസസ് എല്ലാം കൂടെ 1%-നാക്കി വരും. ഇത്രയാണ് നമ്മൾ എയറിൽ വരുന്നത്. പക്ഷെ ഈ സ്ക്യൂബ ഡൈവേഴ്സ് കൊണ്ടുപോകുന്ന എയറിൽ 78% നൈട്രജൻ ഇല്ല. നൈട്രജന്റെ അളവ് കുറവാണ്. ഏകദേശം 56%, 86%-ഓളമാണ് നൈട്രജൻ വരുന്നത്. അപ്പൊ നൈട്രജന്റെ അളവ് കുറയ്ക്കും. 78% നൈട്രജന്റെ അളവ് കുറയ്ക്കും, ഓക്സിജന്റെ അളവ് കുറച്ച് കൂട്ടും. ഒരു 30 അടുപ്പിച്ചൊക്കെ ഓക്സിജന്റെ അളവ് കൂട്ടിയെടുക്കും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ സ്ക്യൂബ ഡൈവേഴ്സ് കൊണ്ടുപോകുന്ന ഗ്യാസിൽ ഹീലിയം ഉണ്ടായിരിക്കും. ഹീലിയം ഉണ്ടെന്ന്, ഹീലിയം. നമ്മുടെ നോർമൽ എയറിൽ, നമ്മൾ ശ്വസിക്കുന്ന എയറിലൊക്കെ ഹീലിയത്തിന്റെ അളവെന്ന് പറയുന്നത് അത്രയ്ക്ക് കുറവാണ്. നമ്മുടെ നോർമൽ എയറിൽ ഏറ്റവും കൂടുതലുള്ള നോർമൽ ഗ്യാസ് ഏതാണ്? ആർഗണാണ്. അത് തന്നെ കുറച്ചുള്ളൂ. ഇപ്പൊ ഹീലിയം ഒക്കെ തീരെ കുറവാണ്. പക്ഷെ സ്ക്യൂബ ഡൈവേഴ്സ് കൊണ്ടുപോകുന്ന എയറിൽ ഹീലിയം ഉണ്ട്. സോ ഹീലിയം ഈസ് യൂസ്ഡ് ഇൻ സ്ക്യൂബ ഡൈവിംഗ്. ഹീലിയം ഈസ് യൂസ്ഡ് ഇൻ ഡൈവിംഗ് അപ്പാരറ്റസ്. ഹീലിയമാണ് ഡൈവിംഗ് അപ്പാരറ്റസിൽ ഇങ്ങനെ ഡൈവ് ചെയ്ത് പോകുന്നവർ കൊണ്ടുപോകുന്ന എയറിൽ ഹീലിയത്തിന്റെ പ്രസൻസ് ഉണ്ട്. ഹീലിയം എന്തുകൊണ്ടാണ് ഇത്ര ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് ഹീലിയം ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നൈട്രജൻ ഗ്യാസിന്റെ ഒരു പ്രത്യേകത, ഈ നൈട്രജൻ ഗ്യാസിന് സോലുബിലിറ്റി വളരെ കൂടുതലുള്ള ഒരു ഗ്യാസാണ് നൈട്രജൻ ഗ്യാസ്. സോലുബിലിറ്റി ഭയങ്കര ഹൈ ആണ് നൈട്രജൻ ഗ്യാസ്. KH വാല്യൂ കുറവാണ്, അതുകൊണ്ട് സോലുബിലിറ്റി ഹൈ ആണ് നൈട്രജൻ ഗ്യാസ്. അപ്പൊ നമ്മളിങ്ങനെ ഡൈവ് ചെയ്ത് നമ്മൾ ഏറ്റവും അടിയിൽ ചെല്ലണം, വെള്ളത്തിന്റെ അടിയിൽ ചെല്ലും. അപ്പൊ ഡൈവ് ചെയ്ത് നിങ്ങൾ ഏറ്റവും അടിയിൽ ചെല്ലുന്ന സമയത്ത് നമുക്കറിയാം താഴേക്ക് പോകുന്നതനുസരിച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്യുമല്ലേ. അപ്പൊ ഡൈവ് ചെയ്ത് ഡെപ്തിൽ ഏറ്റവും അടിയിൽ ചെല്ലുമ്പോൾ അവിടെ എന്ത് കൂടുതലാണ്? ഹൈ പ്രഷറാണ്. പ്രഷർ ഭയങ്കര ഹൈ ആണ്. അപ്പൊ പ്രഷർ ഭയങ്കര ഹൈ ആയതുകൊണ്ട് എന്ത് ചെയ്യും? ആ ഹൈ പ്രഷറിൽ ഇവരുടെ ബ്ലഡിലേക്ക് എന്ത് ചെയ്യും? നൈട്രജൻ ഗ്യാസ് ഡിസോൾവ് ചെയ്യും. ഹൈ എമൗണ്ട് ഡിസോൾവ് ചെയ്യും, കൂടിയ അളവിൽ ഡിസോൾവ് ചെയ്യും, ആവശ്യത്തിൽ കൂടുതൽ ഡിസോൾവ് ചെയ്യും. ബ്ലഡിലേക്ക് നൈട്രജൻ ഗ്യാസ് ഡിസോൾവ് ചെയ്യും. അത്ര ഡെപ്തിലാണ് ചെല്ലുന്നത്. അപ്പൊ അത്ര ഹൈ പ്രഷർ ആയിരിക്കും. അപ്പൊ ആ ഹൈ പ്രഷറിൽ ഇവരുടെ ബ്ലഡിലേക്ക് എന്ത് ചെയ്യും? ഈ നമ്മുടെ നോർമൽ എയർ കൊണ്ടുപോകാനുള്ള കേസാണ് ഞാൻ പറയുന്നത്. നോർമൽ എയറുമായിട്ട് അവർ പോയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമാണ് ഈ പറയുന്നത്. നോർമൽ എയറിൽ 78% നൈട്രജൻ ആണ്, ബാക്കി 21% ഓക്സിജൻ അല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഡെപ്തിൽ ചെല്ലുന്ന സമയത്ത് 78% നൈട്രജൻ ആയി കഴിഞ്ഞാൽ ഈ ഉള്ള നൈട്രജൻ ഗ്യാസ് എല്ലാം കൂടെ കയറി എന്ത് ചെയ്യും? ബ്ലഡിൽ ഡിസോൾവ് ചെയ്യും. അങ്ങനെ നൈട്രജൻ ഗ്യാസ് ബ്ലഡിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നം എന്താണ്? ഇവർ ഡെപ്തിൽ ചെന്നിട്ട് തിരിച്ച് മുകളിലോട്ട് വരികയാണ്. ഡൈവ് ചെയ്തിട്ട് അവര് മുകളിലേക്ക് കയറി വരും. മുകളിലേക്ക് വരുമ്പോൾ പ്രത്യേകത എന്താ? പെട്ടെന്ന് പ്രഷർ കുറയില്ല. മുകളിൽ വരുമ്പോൾ പ്രഷർ പെട്ടെന്ന് കുറയും. പ്രഷർ പെട്ടെന്ന് കുറയുമ്പോൾ എന്ത് ചെയ്യും? നേരത്തെ ഹൈ പ്രഷറിൽ ബ്ലഡിൽ ഡിസോൾവ് ചെയ്ത നൈട്രജൻ ഗ്യാസ് ബ്ലഡിൽ നിന്ന് റിലീസ് ചെയ്യും. മുകളിൽ വരുമ്പോഴത്തേന് പ്രഷർ കുറയുമ്പോഴത്തേക്ക് ഹൈ പ്രഷറിൽ ഡിസോൾവ് ചെയ്ത് പോയ നൈട്രജൻ ഗ്യാസ് ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഇങ്ങനെ റിലീസ് ചെയ്യുന്ന നൈട്രജൻ ഗ്യാസ് എന്ത് ചെയ്യും? ബ്ലഡ് വെസൽസിൽ നിൽക്കും. അപ്പോൾ ബ്ലഡ് വെസൽസിൽ നിൽക്കുമ്പോൾ ബ്ലഡ് ഫ്ലോ ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥ വരുന്നു. അതിൻ്റെ ബെൻഡ് ഭയങ്കര സിവിയർ പെയിനാണ്. ഭയങ്കര പെയിനൊക്കെ ഉണ്ടാവും. ഒരു സിവിയർ പെയിനൊക്കെ വരും. നമ്മൾ ബെൻഡ് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. ബെൻഡ് എന്ന് പറയുന്ന കണ്ടീഷനോ കൂടിയ അളവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കാന്നാണ് പറയുന്നത്. കൂടിയ അളവിലാണ് സംഭവിക്കുന്നെങ്കിൽ ബെൻഡൊക്കെ കൂടിയ അളവിൽ വരുവാണെങ്കിൽ ഡെത്ത് വരുന്നതാണ്. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുപോകുന്ന എയറിൽ അവർ എന്ത് ചെയ്യുന്നത്? ഹീലിയത്തെ കൂടെ കൊണ്ടുപോകുന്നത്. നൈട്രജന്റെ അളവ് കുറച്ചിട്ട് ഓക്സിജന്റെ അളവ് കുറച്ചും കൂടെ കൂട്ടി ഹീലിയത്തിന്റെ അളവ് നന്നായിട്ട് കൂട്ടിയിട്ട് അവർ കൊണ്ടുപോകാനുള്ള കാരണം അതാണ്. കാരണം ഹീലിയം ഫില്ല് ചെയ്തുകൊണ്ട് പോയാൽ പ്രശ്നമൊന്നുമില്ല. കാരണം ഹീലിയത്തിന് ബ്ലഡിലുള്ള സോലുബിലിറ്റി തീരെ കുറവാണ്. അപ്പൊ ഹീലിയത്തിന് ലോ സോലുബിലിറ്റി ആണ്. ബ്ലഡിൽ അതിന്റെ സോലുബിലിറ്റി തീരെ കുറവാണ്. അപ്പൊ സോലുബിലിറ്റി തീരെ കുറവായതുകൊണ്ടുള്ള ഗുണം എന്താ? ഇത് ഡെപ്തിൽ ചെല്ലുമ്പോഴും ഹൈ പ്രഷർ വന്നാലും ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന ഹീലിയത്തിന്റെ അളവ് തീരെ കുറവായിരിക്കും. അപ്പൊ കൂടിയ അളവിൽ നൈട്രജൻ ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പറഞ്ഞാൽ മനസ്സിലായി? അപ്പൊ എന്തുകൊണ്ടാണ് വൈ ഹീലിയം ഈസ് യൂസ്ഡ് ഇൻ ഡൈവിംഗ് അപ്പാരറ്റസ്? ഹീലിയം എന്തുകൊണ്ടാണ് ഡൈവിംഗ് അപ്പാരറ്റസിൽ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോ സോലുബിലിറ്റി ഇൻ ബ്ലഡ്. വൈ ഹീലിയം ഈസ് യൂസ്ഡ് ഇൻ ഡൈവിംഗ് അപ്പാരറ്റസ്? ഹീലിയം എന്തുകൊണ്ടാണ് ഡൈവിംഗ് അപ്പാരറ്റസിൽ യൂസ് ചെയ്യുന്നത്? പല ആളുകൾക്ക് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റുവരും. അവരിങ്ങനെ മോളിൽ നിന്ന് ഡൈവ് ചെയ്യുന്നതൊക്കെ കൂടും, അല്ല ബലൂണിൽ ഫില്ല് ചെയ്യുന്ന ഒരു ഐഡിയയിലേക്ക് പോകും. അതല്ല ചോദിച്ചിരിക്കുന്നത് വൈ ഹീലിയം ഈസ് യൂസ്ഡ് ഇൻ സ്ക്യൂബ ഡൈവിംഗ്. സ്ക്യൂബ ഡൈവിംഗിലേക്ക് ഉപയോഗിക്കുന്ന അപ്പാരറ്റസിൽ യൂസ് ചെയ്യാനുള്ള കാരണം, നമ്മുടെ എയറിൽ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്?
Helium is used in diving apparatus because of its low solubility in blood. ബ്ലഡിലുള്ള solubility വളരെ കുറവായതുകൊണ്ടാണ് ഹീലിയത്തിന്. അപ്പോൾ ഹീലിയത്തിന്റെ KH വാല്യൂ കൂടുതലാണ്. ഹീലിയത്തിന്റെ KH വാല്യൂ കൂടുതലാണ്. KH വാല്യൂ കൂടുതലായതുകൊണ്ടാണ് അതിന്റെ solubility കുറവായത്. ഇതാണ് രണ്ടാമത്തെ കേസ്. നമ്മൾ ഹീലിയം യൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഹെൻറിസ് ലോഡ് ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി തേർഡ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ അതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. നമുക്ക് ഉണ്ടാകുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ് അനോക്സിയ. ബെഗോസിന്റെ പേര് പോലെ തോന്നുന്നുണ്ട് അല്ലേ, അനോക്സിയ. അപ്പൊ അനോക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെഡിക്കൽ കണ്ടീഷൻ. എന്താണ് മെഡിക്കൽ കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഈ ക്ലൈംബേഴ്സിനൊക്കെ ഉള്ളതാണ്. ഈ പർവ്വത ആരോഹകരൊക്കെ ഇല്ലേ, പർവ്വതത്തിന്റെ മുകളിലൊക്കെ പിടിച്ച് കയറി പോകുന്നവരൊക്കെ ഇല്ലേ, വലിയ വലിയ ഉയരത്തിലൊക്കെ കീഴടക്കാനൊക്കെ പോകുന്നവരുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോവാണ്, മുകളിലേക്ക് ഇങ്ങനെ കയറി മുകളിൽ ചെല്ലും. അപ്പൊ അവരിങ്ങനെ മുകളിൽ ചെല്ലുമ്പോൾ എന്താ പ്രശ്നമാണ്? നേരത്തെ ഞാൻ പറഞ്ഞു താഴേക്ക് പ്രഷർ കൂടുന്നു. അപ്പൊ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് പ്രഷർ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അപ്പൊ ഇവരിങ്ങനെ ക്ലൈംബ് ചെയ്ത് ഇങ്ങനെ മുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറവായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സോളിബിലിറ്റി കുറയും. അപ്പൊ ഇവർ എടുക്കുന്ന എയറിൽ നിന്ന് ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ അളവ് കുറയും. ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ അളവ് കുറയും. കാരണം പ്രഷർ ഭയങ്കര ലോ ആണ്. നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മുകളിലല്ലേ പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവരുടെ മുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേന് പ്രഷർ കുറവായിരിക്കും. അപ്പൊ ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ അളവ് കുറയും. ബ്ലഡിനകത്തുള്ള ഓക്സിജന്റെ സോളിബിലിറ്റി കുറയും. മനസ്സിലായി? അപ്പോൾ ബ്ലഡിൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഒരു അൺഎബിൾ ടു തിങ്ക് ക്ലിയർലി. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കത് എപ്പോഴും ഉണ്ടാകുന്നുണ്ട് അല്ലെ? പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ അല്ലേ ഇതാണോ ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പൊ അത് അനോക്സിയ ഒന്നുമല്ല, അത് പഠിക്കാത്തതുണ്ടാവുന്നതാണ്. പക്ഷെ ക്ലൈംബ് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി ചിന്തിക്കാനൊക്കെ പറ്റാത്തൊരവസ്ഥ, ഒരു കണ്ടീഷൻ ഉണ്ടാവും. കണ്ടീഷനാണ് അനോക്സിയ എന്ന് പറയുന്നത്. ഈ കണ്ടീഷന് കാരണം ഒരു മുകളിൽ ചെല്ലുന്ന സമയത്ത് എന്ത് കുറയുന്നത് കൊണ്ടാണ്? മുകളിൽ ചെല്ലുന്ന സമയത്ത് പ്രഷർ കുറയുകയും ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ സോളിബിലിറ്റി കുറയുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ആവശ്യത്തിന് ഓക്സിജൻ ബ്ലഡിൽ ഇല്ലാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകുന്നത് അനോക്സിയ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി സോളിബിലിറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ എന്താണ് സോളിബിലിറ്റി അല്ലെ? ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യാൻ കഴിയുന്ന സൊല്യൂട്ടിന്റെ മാക്സിമം എമൗണ്ട് ആണ് സോളിബിലിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കി. സോളിബിലിറ്റി അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് സൊല്യൂട്ട്, നേച്ചർ ഓഫ് സോൾവെന്റ്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് പോളാർ സൊല്യൂട്ട്സ് പോളാർ സോൾവെന്റ്സിൽ, നോൺ പോളാർ സൊല്യൂട്ട്സ് നോൺ പോളാർ സോൾവെന്റ്സിൽ ഡിസോൾവ് ചെയ്യും. സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും നേച്ചറിനനുസരിച്ച് സോളിബിലിറ്റി മാറാം. അതുപോലെ സോളിബിലിറ്റി അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഉണ്ട് ആൻഡ് ഓൾസോ പ്രഷർ. ടെമ്പറേച്ചർ, പ്രഷർ, ഇത്രയും കാര്യങ്ങൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സോളിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചറും പ്രഷറും. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സോളിഡ് ഇൻ ലിക്വിഡ് വരുന്നത്. ഒരു സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പിൽ, സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിൽ ടെമ്പറേച്ചർ എങ്ങനെ സോളിബിലിറ്റി അഫക്ട് ചെയ്യുന്നു നമ്മൾ നോക്കി. അപ്പൊ നമ്മൾ പറഞ്ഞു ഡിസൊല്യൂഷൻ എക്സോതെർമിക് ആണെങ്കിൽ when temperature increases solubility decreases. Dissolution endothermic ആണെങ്കിൽ when temperature increases solubility increases. Pressure has no effect. അത്രയും കേസിൽ പ്രഷറിന് എന്തില്ല? ഇഫക്റ്റ് ഇല്ല നമ്മൾ പറഞ്ഞു. Pressure has no effect. ഇത്രയും കേസിൽ പ്രഷറിന് ഇഫക്റ്റ് ഒന്നുമില്ല സോളിഡ് ലിക്വിഡിന്റെ കേസിൽ. അതിനുശേഷമാണ് നമ്മൾ ഗ്യാസ് ലിക്വിഡിന്റെ കേസിലേക്ക് വരുന്നത്. ഗ്യാസ് ലിക്വിഡിന്റെ കേസിൽ നമ്മൾ പഠിച്ചു ഗ്യാസിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന പ്രഷർ കൂടുന്നതനുസരിച്ച് ഗ്യാസിന്റെ സോളിബിലിറ്റി കൂടും, ലിക്വിഡിനകത്തുള്ള സോളിബിലിറ്റി കൂടും. സോ P is proportional to chi എന്ന് പഠിച്ചു. സോളിബിലിറ്റിക്ക് പകരമായിട്ടാണ് നമ്മൾ chi യൂസ് ചെയ്തത്. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാനായിട്ട് നമ്മൾ KH എന്ന കോൺസ്റ്റന്റ് എടുത്തു. സോ P is equal to KH into chi. What is KH? Henry's law constant. KH രണ്ട് കാര്യങ്ങളെ ഡിപെൻഡ് ചെയ്യുന്നു. ഒന്ന് ടെമ്പറേച്ചറിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് KH വാല്യൂ, നേച്ചർ ഓഫ് ഗ്യാസിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്യാസിന്റെ നേച്ചർ മാറുമ്പോൾ KH വാല്യൂ മാറും, ടെമ്പറേച്ചർ കൂടുമ്പോൾ KH വാല്യൂ കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ KH വാല്യൂ ടെമ്പറേച്ചർ കൂടുമ്പോൾ KH വാല്യൂ കൂടും. As the temperature increases KH value also increases. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് KH വാല്യൂ കൂടും.
അപ്പോൾ നമ്മൾ പഠിച്ചു KH വാല്യൂ കൂടി കഴിഞ്ഞാൽ സോളിബിലിറ്റി എന്ത് ചെയ്യും? കുറയും. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ.